ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദുരന്തഭൂമിയായ വിലങ്ങാട് കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. ഈ പ്രദേശത്ത് ജനങ്ങളുടെ പുനരധിവാസത്തിന് അടിയന്തര പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ആവശ്യപ്പെട്ടു. വിലങ്ങാട് മഞ്ഞക്കുന്ന് പാലൂർ മലയുടെ മുകളിൽ ചെറുതും വലുതുമായ 6ഓളം ഉരുൾപൊട്ടലുകൾ നടന്നു. സമീപവാസികൾ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് വീടുകളിൽ നിന്നും എല്ലാവരും മാറി താമസിച്ചതിനാലാണ് ഒരു വലിയ ദുരന്തം തന്നെ ഒഴിവായത്. 26ഓളം വീടുകൾ 3 കടകളും പൂർണ്ണമായി മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോവുകയും ചെയ്തു. 70ഓളം വീടുകൾ ഭാഗികമായി തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ 400 ഏക്കർ സ്ഥലത്തെ കൃഷികൾ പൂർണ്ണമായി നശിക്കപ്പെടുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നത് വലിയ ഒരു ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ മരണപ്പെട്ട കളത്തിങ്കൽ മാത്യു സാറിന്റെ വീട്ടിൽ പോയി അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ പ്രദേശത്ത് ജനങ്ങളുടെ പുനരധിവാസത്തിന് അടിയന്തര പാക്കേജ് നടപടികൾ സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രിയോട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിനായി സാമ്പത്തിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള സഹകരണം കത്തോലിക്ക കോൺഗ്രസ് നൽകുന്നതാണെന്നും അറിയിച്ചു. അവരുടെ വീടുകളും അവിടെ കൃഷിയിടങ്ങൾ സർവ്വവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട് ആ കുടുംബത്തിലെ ഒരു അംഗത്തിനെങ്കിലും ഒരു ജോലി കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാകണമെന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസ് പറയാനുള്ളത്. സാമുദായിക സംഘടന എന്നുള്ള കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ ജാതിമത വർണ്ണ ഭേദമന്യേ തീർച്ചയായിട്ടും ഇവർക്ക് സഹായം ചെയ്യാൻ സാധിക്കുന്ന മേഖലകളിലൊക്കെ ഞങ്ങൾ സഹായം എത്തിച്ചു കൊടുക്കുന്നതാണ്. എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സത്വരമായ നടപടികൾ ഈ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനും നഷ്ടപ്പെട്ടു പോയ വീടുകളെ പുനർനിർമ്മിക്കാനും ഉണ്ടാകണമെന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം. ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ജോസുകുട്ടി ഒഴുകയിൽ, വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, സെക്രട്ടറി ബെന്നി ആന്റണി, ഗ്ലോബൽ പ്രതിനിധി ബേബി കിഴക്കേഭാഗം, താമരശ്ശേരി രൂപത ഡയറക്ടർ ഫാദർ സബിൻ തുള്ളിൽ, രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, രൂപത എക്സിക്യൂട്ടീവ് അംഗം ജോബി ആന്റണി, ജോബിൻ എന്നിവർ സന്ദർശന ടീമിൽ ഉണ്ടായിരുന്നു. പ്രദേശവാസികളായ ശ്രീ ജോർജ് മണിമലയാണ് ഈ സംഭവത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട കൊടുമരത്തിൽ ഡാർലിൻ ഡൊമിനിക്കാണ് അനുഭവങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്റർ UC ബാലകൃഷ്ണന്റെ നിര്യാണത്തിൽ കാലിക്കറ്റ്